إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನದ ಎಲ್ಲ ಭಾಗದಲ್ಲೂ ಅಲ್ಲಾಹುಡೆ ಸೂಚಿಸಿದ ಜೀವನ ಕೊನಚೊಂತು ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂಡು ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಡಿಲ್ಲ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆല ಜೀವನದ ಎಲ್ಲ ಘಟ್ಟದಲ್ಲೂ ಆ ಅಲ್ಲಾಹುಡೆ ನಿಯಮ ನಿರ್ದೇಶನത്തെ പാലനാക്കി ജീവനാക്കി യഥാർത്ഥ മുത്തഖ്മാർ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസിമാർ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിട്ട് അതിൽ ഇസ്ലാമിന്റെ അഖീദത്തും അതേപോലെ ഇസ്ലാം ദീന്റെ ഇബാദത്തുകളുടെ വിഷയത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ അഖീദും ഇബാദത്തും നിർവഹിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിട്ട് അതിന്റെ ജീവിതത്തിൽ പിന്നെ ഏറെ കാത്തു സൂക്ഷിക്കാനായി ഒരു വിഷയത്തിക്കറ് നല്ല സൽസ്വഭാവ ചൊല്ല്, അഖ്ലാഖ് ചൊല്ല്. ഈ അഖ്ലാഖ് ചൊല്ലത്, സ്വഭാവ ചൊല്ലത്, ഇതിൽ പ്രധാനപ്പെട്ടിട്ട് മുവഹ്ഹിദീങ്ങ സ്വഭാവത്തെ വിഷയത്തിൽ ഭാരി സൂക്ഷ്മത പുലർത്തും. കാരണം നല്ല സ്വഭാവ ചൊല്ലത്, നല്ല അഖ്ലാഖ് ചൊല്ലത്, അത് ഈമാന്റെ പൂർത്തീകരണം ചൊല്ലിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. സത്യവിശ്വാസികളുടെ കൂട്ടത്തില് ഈമാൻ പൂർത്തിയാക്കിയുള്ളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തില് ഈമാൻ പൂർത്തിയാക്കിയ ആൾമാർ അങ്ങ് ആര് ചൊല്ലിട്ടെങ്കിൽ അഹ്സനുഹും ഖുൽഖ, അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പ്രവർത്തിച്ച, ഏറ്റവും നല്ല സ്വഭാവം കാട്ടിയാണ്. അങ്ങനത്തെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തില് ഈമാന്റെ പൂർത്തിയാക്കിയ ചൊല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖ്, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി, നിങ്ങളുടെ പൈക്കിൽ ഏറ്റവും ഖൈറായവനും നല്ല സ്വഭാവം കാട്ടിയവൻ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പാട്ട് നല്ല ഖൈറായവൻ ചൊല്ലെങ്കിൽ നല്ല സ്വഭാവം കാട്ടിയവൻ. അപ്പൊ സൽസ്വഭാവ ചൊല്ലത് അത് ഒരു മുഅ്മിനിന്റെ സമ്പത്തൈത്തിക്ക് വലിയ ഒരു സമ്പത്തൈത്തിക്ക്
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയത്തിൽ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടുണ്ട്. അവിടെ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയേ നിങ്ങ ഉദാത്ത സ്വഭാവത്തെ ആളായിട്ടുള്ളോട്ട് അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പാട്ടെ. എത്രത്തോളം ചൊന്നെങ്കിൽ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൽ ഖലീലൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക ഫഅഫു അൻഹും. നബിയെ നിങ്ങ അങ്ങോട്ടേക്ക് സൗമ്യമായിട്ട് മൃദുവായിട്ട് മെത്തനായിട്ട് വർദ്ധനാക്കരുത്. അത് അള്ളാഹുവിന്റെ റഹ്മത്തായിട്ടേക്ക്. എന്താ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ, വലൗ കുൻത ഫദ്ദൽ ഖലീലൽ ഖൽബി, നിങ്ങൾ കഠിനമായ മനസ്സിൽ ആളായിട്ടില്ലെങ്കിൽ നിങ്ങളെ മുട്ടത്തിൽ തങ്ങ ചതുരി പോവാൻ തോന്നും. അതിനർത്ഥ നബിയെ നിങ്ങളെ മുട്ട ഒരാളും കടന്നു പറല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടല്ലേ, നിങ്ങളുടെ കൽബു ആ കൽബില് ക്രൂരത അല്ലെങ്കിൽ വക്രത അല്ലെങ്കിൽ കഠോരമായ ഹൃദയമായിട്ടുണ്ടെങ്കിൽ നബിയെ നിങ്ങളുടെ മുന്നുള്ള ഒരാളും കടന്നു പറല്ല. അതുകൊണ്ട് അങ്ങക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുന്നു അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, ഈ മിമ്പറിന്റെ മേൽ ഖുതുബാക്കൽ നാനും കേക്ക് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ തൗഹീദ് സുന്നത്തിന് അനുസരിച്ച് ജീവിക്കുന്ന ചൊല്ല് അവകാശപ്പെട്ടാണ്. എന്നിട്ടെങ്കിൽ ആ തൗഹീദ് സുന്നത്തിന് ജീവിക്കുമ്പോ ഞങ്ങളുടെ സ്വഭാവം അത്രമാത്രം ആ സ്വഭാവത്തെ ഭാഗത്തിൽ നല്ല രൂപത്തിൽ ഗമനം ഞങ്ങൾ കൊടുക്കും. കാരണം ഇന്നത്തെ കാലാവസ്ഥയിൽ ചില ആൾമാർക്ക് അങ്ങനെ സ്വഭാവത്തിൽ കഠിനത കണ്ടു പണ്ട് ഞങ്ങൾക്ക് കാണുകില്ല. ഞങ്ങളെ കാണുമ്പോ ഒരാള് ദൂരെ പോകണം തീര, ഞങ്ങളെ കാണുമ്പോ ഒരാൾ അയ്യന് ಬಂದೆ ಮಾಚಂತ ಆ ತೀರ್ಲು ಬಿಟ್ಟು ಬೇರೆ ತೀರ್ಲು ಕടന്നു പോകുന്നില്ല. കാരണം മുട്ട പറഞ്ഞു ആൾമാർ ഞങ്ങൾ മുട്ട പറഞ്ഞു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലല്ലേ, ഇന്നമാ ബുഇതു മുഅസ്സിരീന വലം തുബഅതു മുഅസ്സിരീൻ. നിങ്ങൾ ആൾമാർക്ക് തിന്നാവുക നിയോഗാക്കിയങ്ങല്ല, ഞങ്ങളെ സ്വഭാവം കൊണ്ട് ഇന്നോടത്തേക്ക് തിന്നാവുക പ്രയാസാവുക ബുദ്ധിമുട്ടാവുക. ബദലായിട്ട് നിങ്ങൾ സാന്ത്വന ചൊല്ലി ആൾമാരായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആൾമാരുടെ മനസ്സിന് സമാധാനം കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് ഇന്നോടത്തെ വെറുക്കുക ഇന്നോടത്തെ നിങ്ങൾ ദൂരെ ഓടിപ്പോകുക ഇന്നോടത്തെ നിങ്ങൾ കാണുമ്പോൾ പേടിക്കുക. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ശൈഇൻ ഇല്ലാ ഷാനഹു. ഏതേ ഒരു വസ്തുവും ಅದಕ್ಕೆ ಅಲಂಕಾರമായിട്ട് ചന്തമായിട്ട് മൃദു സ്വഭാവം ഉണ്ട് ചൊന്ന ആയിഷ റളിയല്ലാഹു അൻഹ. ഏതിൽ ആ മൃദു സ്വഭാവം ഇല്ലേ അത് അതിനെ നഷ്ടപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പാട്ട്. നന്റെട്ടിക്ക് നല്ല മൃദുവായ സ്വഭാവം ഇല്ലേ അത് നന്റെ നഷ്ടപ്പെടുത്തി കൊണ്ടു. ഞാൻ ആർക്കും വേണ്ട, നന്റെ എത്ര അധികാരം ഇക്കട്ട് എത്ര പൈസ ഇക്കട്ട് എന്ത് വേണം ഇക്കട്ട്, നന്റെ സ്വഭാവം നല്ല ഇല്ലേ ഞാൻ ആർക്കും വേണ്ട. അൽമർ നന്റെ കാണും പീഡിക്കണോ ഭയപ്പെടോ. അതുകൊണ്ട് മൃദു സ്വഭാവം ചൊല്ലുന്നത് അതൊരു അലങ്കാരമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പാട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ടിട്ട് ഞങ്ങളുടെ സ്വഭാവത്തില് ഞങ്ങളെ അഖ്ലാഖില് അതിൽ ഞങ്ങൾ സൂക്ഷ്മത പലർത്തുന്നു. ഞങ്ങൾ അഖീദം അതേപോലെ കൃത്യമായിട്ട് ഇബാദത്ത് അനുഷ്ഠിക്കാനായിട്ട് ഉണ്ടായി. എന്തെങ്കിലും ഈ സ്വഭാവത്തെ ഭാഗത്തില് ഇന്നത്തെ ഖുതുബത്തില് രണ്ട് ദുസ്വഭാവ മനുഷ്യന്മാരിൽ ബഹുഭൂരിയായിട്ട് കാണൽപ്പെട്ട ഒരു സ്വഭാവമായിരിക്കും. ആ രണ്ട് ദുസ്വഭാവത്തെ വിഷയത്തിലേക്ക് ഇന്നത്തെ ഖുതുബത്തിൽ ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ബെടുക്ക് സ്വഭാവം ദുസ്വഭാവമായിട്ട് ഹസദ് ചൊല്ലൽ. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ നഞ്ചിട്ട് ചൊല്ല ഹസദ്. ഇത് എത്രമാത്രം ഒരു അപകടമായ ഒരു ദുസ്വഭാവ ചൊന്തോ അള്ളാന്റെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്ത് ഞങ്ങൾക്ക് പഠിപ്പാട്ട്. എന്തായിട്ട് ഹസദ് ചൊല്ലെ അതിന്റെ ഡെഫിനിഷൻ എന്ത് പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടല്ലോ. ഹുവ തമന്നി സവാലി നിഅമ അനിൽ ഗൈരി സവാലി ഹസരത്തിൽ ഹാസിര ലം തഹ്സർ. ಇನ್ನೊರಾൾക്ക് കിട്ട ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ അത് അയാൾക്ക് കിട്ടുമ്പോ തീരാ ചൊല്ലില്ലേ മനസ്സിലെ മോഹത്തിന് ചൊല്ലേ ഹസദ്. ചുരുക്കത്തിൽ മനസ്സിലാക്കിണ്ടെങ്കിൽ നക്കി കിട്ടില്ലെങ്കിലല്ല അയാൾ കിട്ടുമോ തീരാ. ഇത് കേട്ടില്ല ഹസദ് ചൊല്ലേ നക്കി കിട്ടില്ലെങ്കിലല്ല ആ മനുഷ്യക്ക് കിട്ടുമോ തീരാ. ഇത് വലിയ അപകടമായ ഒരു സ്വഭാവമായിട്ട് ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ ഇങ്ങനത്തെ സ്വഭാവം കടന്നു പറഞ്ഞില്ല. കാരണം ഈ ഹസദ് കൊണ്ട് പല ദുരന്തങ്ങൾ ഭൂമി ലോകത്ത് സംഭവിച്ചു. അത് അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിലെ ചില ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പാട്ടല്ല. ഒന്നാമത്തേത് ഹസദ് കൊണ്ട് ഉണ്ടായ
ഒരു ദുരന്തം എത്തിക്കത് ഞങ്ങൾ കേട്ട സൂറത്ത് യൂസുഫ് വിശുദ്ധ ഖുർആൻ. സൂറത്ത് യൂസുഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് യൂസുഫിന്റെ ഈ സൂറത്തിൽ സത്യവിശ്വാസിക്ക് ചെമ്മ ഗുണപാഠങ്ങളും അങ്ങനെ വൈയക്തികമായ ജീവിതത്തിൽ പേരായിട്ടില്ലേ ചെമ്മ ഗുണപാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പഠിപ്പാട്ടുണ്ട്. സൂറത്ത് യൂസുഫ് അതിലൊരു വിഷയത്തിക്കര് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കിനാവ് കണ്ട് ആ കിനാവിനെ ബന്ധ തന്റെ അപ്പട്ടിക്ക യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലു ഇത് قال يوسف لأبيه يا أبتي إني رأيت 11 كوكبا والشمس والقمر رأيت لساجدين എന്റെ പിരിസത്തപ്പ നക്കൊരു കിനാവ് കണ്ട് ആ കിനാവുളു നക്ക് പോണൊന്ന് നക്ഷത്ര ഒരു സൂര്യ ഒരു ചന്ദ്രനക്ക് സുജൂദ് പോലെ ഞാൻ കിനാവ് കണ്ട്. അതായത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടോന്റെ ശ്രേഷ്ഠത വിഷയത്തേക്ക് അള്ളാഹുടെ കിനാവ് കാട്ടി കൊടുക്കുന്നത്. ഈ വിഷയം അപ്പട്ടിക ചൊന്നപ്പ അപ്പ തിരിച്ചിട്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മോന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നു ഈ വിഷയം നിന്റെ മൂത്തങ്ങ മാട്ടിക്ക് ചൊല്ലു തീരാ. ബാക്കി അവിടെ വലിയ 10 മൂത്തങ്ങമാറുള്ളൂ അങ്ങനത്തെ നീ ഈ വിഷയം ചൊല്ലു തീരാ. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിന്യാമിൻ ഇങ്ങ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പിഞ്ഞായിരം മക്ക ഉണ്ടെങ്കിൽ ഇന്ന് ബാക്കി 10 ಇನ್ನೊരു പിഞ്ഞായിരം മക്ക എത്തിക്കോ. അപ്പ ഈ ബാക്കി 10 മക്കു യൂസുഫിന്റെ മേലെ ഒരു ഹസദ എത്തിക്കുന്നത്. കാരണം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫിനെ നല്ല രൂപത്തിൽ പിരിസാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ 10 അങ്ങനെ തീരുമാനമാക്കിയവരും യൂസുഫിന് ഇങ്ങനെ വിട്ടെങ്കാവല യൂസുഫിന് എന്താ ഇങ്ങ ആക്കണം ഇല്ലേ ഞങ്ങൾ അപ്പ ഞങ്ങൾ നിന്ന് പിരിച്ച കാട്ടല്ല. അതുകൊണ്ട് അങ്ങ് പല രൂപത്തിലെ പദ്ധതികൾ തീരുമാനമാക്കോ. അവസാന അങ്ങ് ഒരു പൊട്ടിക്കിടം അതായത് തട്ടില്ലാത്ത ഒരു പൊട്ടിക്കിടം തീരുമാനമാക്കോ. അപ്പട്ട് വന്നിക്കേക്കും യൂസുഫിനെ ഞങ്ങളുടെ കടത്തിയോ ഞങ്ങൾ കലിപ്പാട്ട യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ചരിത്രം ദീർഘമായിത്തേക്ക് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലാത്ത മനസ്സുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടത്തി കൊടുത്തു. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങ ആ പക്കത്ത് എത്തിയപ്പ അവരൊരു പൊട്ടിക്കാനെടുത്ത് ಅದಕ್ಕೆ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇട്ടോ. അങ്ങനെ തിരിച്ച് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ಬಂತು ചട്ടല് ചോര കാട്ടിട്ട് ഇങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇങ്ങനെ ചെറ്റനായി ഇങ്ങനെ ആക്രമിച്ചിരിച്ചു ಅಂತಂಗ അലോചിച്ചു. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളമായിട്ട് കരഞ്ഞിട്ട് എത്രത്തോളം അതിന്റെ കണ്ണുടെ കാഴ്ച പോലും നഷ്ടപ്പെട്ടത്. അപ്പൊ ഉടനെ മനസ്സിലാക്കൂലത് യൂസുഫിന്റെ ആ പൊട്ടിക്കാൻ തീർത്തുപറ്റി ഇടവുള്ള കാരണം എന്ത് ഹസദൈത്തിക്ക് നഞ്ചൈത്തിക്ക്. ഇത് ഒന്നാമത്തെ ചരിത്രം. രണ്ടാമത്തെ ചരിത്രത്തിക്ക് നാം മനസ്സിലാക്കുന്നത് ആദം നബിയുടെ ജന്മമക്കൈത്തിക്ക് ഹാബീലും കാബീലും. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ വിഷയത്തിൽ ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു പഠിപ്പാട്ടന്റെ കാബീല് ഹാബീലിനെ കൊന്ന് ആര് സ്വന്തം സഹോദരനെ കൊന്ന്. വിശുദ്ധ ഖുർആൻ ചൊല്ലില്ലേ ഫതവഅഅത ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലിനെ അവന്റെ സഹോദരന്റെ മനസ്സ് പ്രേരിപ്പിച്ചിട്ട് അവനെ കൊല്ലുക വേണേത്ത് അങ്ങനെ അവന്റെ സഹോദരൻ അവൻ കൊന്നു കഴിഞ്ഞ അവൻ നഷ്ടത്തിലായ ചൊല്ലും എന്ന് കൈത്തിക്കൂടെ സ്വന്തം സഹോദരനെ അതേ ആരെ കാബീൽ ഹാബീലിനെ കൊന്നു കഴിയുന്നില്ല. കാരണം ഈ ഹസദൈത്തിക്കത്. ചരിത്ര നമ്പർ 3 മഹാനായ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിമാർക്ക് ഭാര്യ ഒരു പകൈത്തിക്കും ഇണ്ടും ആ ഭാഗ്യമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലെ കാർട്ടൂൺ ആക്കലും അല്ലാഹുവിന്റെ റസൂലിലെ ഈയാലിക്കുന്നതും ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കിട്ടുന്നത്. അങ്ങ് ഇസ്ലാമിന് മേൽ ഭാര്യ ഒരു പകൈത്തിക്കും യഹൂദിമാർക്ക്. എന്തുകൊണ്ട് ഈ യഹൂദിമാർക്ക് ഇത്രമാത്രം പക പറഞ്ഞു മൂല കാരണം എന്തേ അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 മക്കൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യഹൂദിമാര് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലേക്ക് കടന്നു പണ്ട്. യഹൂദിമാര് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ കടന്നു പണ്ട്. അപ്പൊ യഹൂദിമാർക്ക് അങ്ങനെ അള്ളാഹു അങ്കിയാർക്ക് കിതാബുలు അതിലുണ്ട്. ഇന്ന് അവസാനമായിട്ട് ഒരു റസൂലുടെ പറഞ്ഞുകൊണ്ടു അങ്ങ് കാത്തോണ്ടിന്നവർ യഹൂദിമാർ ആ റസൂൽ ഞങ്ങളെ സന്താന പരമ്പരയിലേക്ക് കടന്നു പണ്ട്. അതായത് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലേക്ക് കടന്നു പണ്ട് ചൊത്തു അങ്ങെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. എന്നെങ്കിലും അവസാനത്തെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലേക്ക്. ഇത് യഹൂദിമാർക്ക് ഉൾക്കൊള്ളുകയില്ല. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം ഖുർആൻ ചൊല്ലി.
അങ്ങ് ഹസദുണ്ടായിട്ട് അങ്ങനെ മനസ്സിൽ ഹസദുണ്ടായിട്ട് കാരണം അങ്ങ് ആഗ്രഹിച്ചു ഇന്നെ ഞങ്ങളെ സന്താന പരമ്പരയിലേക്ക് അവസാനത്തെ റസൂൽ പറഞ്ഞു ചൊന്നു എന്നെ ബന്നര ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ അതങ്ങ് ഉൾക്കൊള്ളുകയില്ല. ഇതായിട്ട് യഹൂദിമാർക്ക് ഏറ്റവും മൂല കാരണം ഇസ്ലാമിന്റെ മേൽ പകി പിടിക്കും. ആ പകി ഇണ്ടുകും അങ്ങ് തീർത്തോണ്ടുള്ളൂ. ഇണ്ടുകും മുസ്ലിമീങ്ങളെ മേൽ ആ പകിടങ്ങ തീർത്തോണ്ടുള്ളൂ യഹൂദിമാർ. കാരണം അവിടെ മേല് നോക്കിയിട്ടെങ്കിൽ അബ്ബായിട്ട് വന്നേ പണ്ടെത്തിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാര്യം സന്താന പരമ്പരയുടെ വിഷയത്തെത്തിക്ക് അവിടെ ഹസദ് കാട്ടി. അപ്പൊ സഹോദരന്മാരെ ഇവിടെ 3 ചരിത്രം മനസ്സിലാക്കുമ്പോ ഈ ചരിത്രം കാണുകിട്ട് ഹസദ് ചൊല്ലത് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കൽബുൽ നഞ്ചി ചൊല്ലത് അത് മനസ്സിലുണ്ടെങ്കിൽ എത്രമാത്രം അപകടമായി തീക്കരുത്, എത്രമാത്രം ദുരന്തമായ വിഷയത്തിക്കുന്നത്. ഇന്ന് ആറ് ആട്ടിക്കേറ്റിക്കുന്ന ഹസദ് കാട്ടേ ഏതാ ഒരു ദൂരത്തെ പരിചയമില്ലാത്ത മനുഷ്യത്തിക്കല്ല ഹസദ് കാട്ടേ കൂടെ ഉള്ള ആട്ടിക്കേറ്റിക്കുന്ന ഹസദ് കാട്ടേ. യൂസുഫിനെ വിട്ട് അസദ് കാട്ടിയ ആളാണ് ഏതെങ്കിലും ഒരു 10 റായത്താൽമാറ അല്ല, സ്വന്തം മൂത്തങ്ങ എത്തിക്കുന്നു. കാബിലെ ആബിലെ കൊന്നു കഴിഞ്ഞാറ് സ്വന്തം സഹോദര എത്തിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിമാർ പയ്യ കാട്ടോറും മേല് നോക്കിയിട്ടുണ്ടെങ്കിൽ കുടുംബ പരമ്പര ഉണ്ട്. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ കൂടെ ഉള്ള ആളെ എത്തിക്കുന്ന ഹസദ് കാട്ടർ അതിനർത്ഥ നക്കി കിട്ടില്ലെങ്കിലല്ല അവനും കിട്ടും തീറാ. ഈ ഒരു മനസ്സിൽ മോഹത്തിൽ ചൊല്ലിക്കുന്ന ഹസദ്. അതുകൊണ്ടല്ലേ ഖുർആൻ ചൊല്ലേ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹസദ്കാരനായ മനുഷ്യൻ അവന് ഹസദിനെ ബൈക്കുമ്പോ ആ ഹസദിന്റെ ഷർറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട്ട് കാവലേക്ക്. കാരണം അങ്ങനത്തെ കാവലിക്കേക്കുള്ളിലെ കാരണം ചൊല്ലിണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഹസദിന്റെ ഉണ്ടെങ്കിൽ ആ ഹസദിനും തീർക്കും ഏത് മാർഗത്തിൽ വേണമെങ്കിൽ കടന്നു പോകും. കൊല പോലും നടക്കും. ദുനിയാവിൽ ഒന്നാമത്തെ കൊല നടന്നത് ഈ ഹസദിന്റെ വിഷയത്തിലേക്ക്, ഈ നഞ്ചിന്റെ വിഷയത്തിലേക്ക്. അതുകൊണ്ട് ഖുർആൻ ചൊല്ലുന്നു വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹസദ്കാരനായ മനുഷ്യൻ അവന് ഹസദ് വയ്ക്കുമ്പോ ആ ഹസദിൽ നിന്ന് അല്ലാഹുവേ നിന്നോട്ട് ഞാൻ കാവലിലേക്ക് ചൊത്തായിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാറ്റുണ്ട്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം കടന്നു പറയുക. ഒരാൾ നല്ല ഉണ്ടായെങ്കിൽ, ഒരാൾ സാമ്പത്തികമായിട്ട് ഉന്നതമായ സ്ഥാനത്തെത്തിട്ട്, ഒരാൾക്ക് എന്തെങ്കിലും അധികാരം കിട്ട് ഫസ്റ്റ് കൊശിപ്പെടണ ആര്? ഒരു മുഅ്മിനായ മനുഷ്യൻ. അൽഹംദുലില്ലാഹ് ചൊല്ലണം, അല്ലാഹു ഖൈറാക്കട്ടെ ചൊല്ലണം. അതല്ലാണ്ട് അവന്റെ ആ പദവിയിൽ നിന്ന് ഇരിക്കവും അവന്റെ മേലുള്ള അപവാദങ്ങൾ ഇട്ടിട്ട് അത് ഒരിക്കലും പാടില്ല. ഏത് വിഷയത്തിലാവട്ടെ, ഏത് വിഷയത്തിലാവും സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ലേ ലാ യജ്തമിഉ ഫീ ഖൽബി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഒരു അടിമയുടെ കൽബിൽ ഒരുമിച്ച് ചേരില്ല, ജംഅവില്ല, ഒരുമിച്ച് കൂടില്ല എന്നല്ല. അല്ലാഹു റസൂൽ പറഞ്ഞു അൽ ഈമാനു വൽ ഹസദ്. ഈമാനും ഹസദും ഒരു അടിമയുടെ കൽബിൽ ഒട്ടിക്കില്ല ചൊന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഹസദുണ്ടാ അവിടെ ഈമാനില്ല, ഇവിടെ ഈമാനുണ്ടാ അവിടെ ഹസദില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅഉല്ലത്. കാരണം ആ നല്ലത് പെട്ട് ഒരിക്കലും ഒരുമിച്ച് ഉണ്ടാവില്ല, ചേരില്ല ചൊത്തായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ ഇത്രമാത്രം ദുരന്തപരമായി ഈ ഒരു ദുസ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾ ഭാര്യ ജാഗ്രതാക്കും. ഇന്ന് നമുക്ക് ഹസദൻ കാട്ട നല്ല വിഷയത്തെ കാട്ട. ഒരു മനുഷ്യൻ അവന്റെ അപ്പമ്മനെ നല്ല രൂപത്തിൽ നോക്കിക്കൊണ്ടുണ്ടു, നല്ല രൂപത്തിൽ ഹിദ്മത്താക്കിക്കൊണ്ടുണ്ടു. ഒരാൾ അതിന്റെ സമ്പത്ത് നല്ല ദാനധർമാക്കിക്കൊണ്ടുണ്ടു, നല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ട സഹായിച്ചുകൊണ്ടുണ്ടു. അപ്പൊ ഒരു മനുഷ്യൻ ആഗ്രഹിക്കരുത് ആ മനുഷ്യൻ അവന്റെ അപ്പമ്മനെ നോക്കുന്ന പോലമേ അവൻ എന്റെ അപ്പമ്മനെ നോക്കും. അത് ഇസ്ലാം അനുവദിച്ചു തന്നെ നല്ല കാര്യത്തിൽ. ആ മനുഷ്യൻ ചെലവാക്കുന്ന പോലമേ നക്കല്ലാഹു തന്നെ സമ്പത്ത് നാനും അതേപോലെ ചെലവാക്കാൻ ചൊല്ലിയ ഒരു നല്ല മനസ്സ് ಅದಕ್ಕೆ ഇസ്ലാം നമുക്ക് അനുമതി തണ്ട്. അല്ലാണ്ട് ഒരുത്തരെ ഉന്നതമായ സ്ഥാനത്ത് എത്തിയ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യർ അള്ളാഹു എന്തായി ഒരു നിയമത്ത് വിട്ടുണ്ടെങ്കിൽ അതിന് അവനിൽ നിന്ന് ഇല്ലാണ്ടാക്കുക വേണമെങ്കിൽ പല തന്ത്രമാർഗങ്ങളെ നോക്കരുത്. അത് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നില്ല. അതുകൊണ്ടായിരിക്കരുത് ഈ ഒരു ദുസ്വഭാവത്തിൽ നിന്ന് ഇണങ്ങ ഭാര്യ ജാഗ്രത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ലേ ലാ തഹാസദു വലാ തബാഗദു വലാ തജസ്സസു വലാ തഹസ്സസു വലാ തനാജസു വകൂനി ഇഖ്വാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു നിങ്ങൾ പരസ്പര ഹസദ് കാട്ടണ്ട, അർസ കാട്ടണ്ട, രഹസ്യത്തെ അന്വേഷണ ആക്കണ്ട. അതേപോലെ ഒരുത്തരെ വഞ്ചിച്ചിട്ട് അവന്റെ രഹസ്യത്തെ തേടുക പോകണ്ട. നിങ്ങൾ കച്ചവടത്തിൽ വഞ്ചനാക്കണ്ട. നിങ്ങൾ അസദ് കാറ്റും അർസ കാറ്റതും അതേപോലെ കച്ചവടത്തിൽ വഞ്ചനാക്കലും ആരായിട്ടിക്കരുത് നിങ്ങൾ സഹോദരന്മാരെ. ആ സഹോദരരായിട്ടിക്ക് നിങ്ങൾ അർസ കാറ്റുന്നില്ലേ?
ആ സഹോദരത്തിയായിട്ട് നിങ്ങൾ ഹസദ് കാട്ടുമ്പില്ലേ, ആ സഹോദരത്തിയായിട്ട് നിങ്ങൾ കച്ചവടത്തിൽ വഞ്ചനാക്കി കൊടുത്തോണ്ടില്ലേ. അതുകൊണ്ട് ഇത്രമാത്രം സ്വഭാവത്തെ നിങ്ങൾ മുട്ടുനിക്കണം. കാരണം നിങ്ങൾ സഹോദരന്മാരെ എത്തിക്കുറിച്ചൊന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിമാരെ, ഞങ്ങൾക്ക് ഈ ഒരു ദുസ്വഭാവം ഇത് കടന്നു പറഞ്ഞു തീര. കാരണം ഇന്നത്തെ കാലത്ത് ഇത് വ്യാപകമായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ആരായിട്ടുള്ളൂ കൽബുൽ അത്രമാത്രം സീക്കിങ്ങനെ കടന്നു പറഞ്ഞു ബുടോഗു തീര. കൽബു കടന്നു പണ്ട് സീക്കുങ്ങ ഉണ്ടല്ലേ സഹോദരന്മാരെ, ആ സീക്കിൽ നിന്ന് ഞങ്ങളെ കൽബിൽ ഞങ്ങൾ രക്ഷനാക്കണം. അസദ് ചൊല്ലത് ഇങ്ങനത്തെ ഒരു രൂപത്തിൽ സീക്കുകൾ ഞങ്ങളെ കൽബു കടന്നു പറഞ്ഞു. കാരണം ഈ കൽബു ചൊല്ലത് ഇത് കഠിനമായിട്ട് പോയെങ്കിൽ കല്ലിടെ കാട്ടി കഠിനമായിട്ട് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ കൽബു ചൊന്നെങ്കിൽ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു എരിച്ചിര കിട്ടുള്ളൂ. ആ എരിച്ചിര കിട്ട ശരിയായെങ്കിൽ ഇടീ ശരീരം ശരിയായ പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നല്ല കുളിക്കിற, നല്ല തലക്ക് പാടുற, നല്ല ശുദ്ധമുള്ള ഡ്രസ് ഇടുற എന്നെങ്കിൽ എന്റെ കൽബുലു മാലിന്യത്തെ ഉണ്ടു എന്നെങ്കിൽ ನಾನು ശുദ്ധി ഉള്ളവനല്ല, ನಾನು ശുദ്ധി ഉള്ളവനല്ല. കാരണം അല്ലാഹു നോക്കുറേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഞാൻ നിസ്കരിച്ചിട്ട് കൈകെട്ടി നിസ്കാരത്തിൽ നിന്നപ്പം ഞാൻ എന്ത് പ്രവർത്തിക്കുമോ അള്ളാഹു നോക്കുറേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരത്തിലെ രൂപഭാവത്തിൽ അല്ലാഹു നോക്കുറേ, യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബ് കേട്ടിക്ക് അള്ളാഹു നോക്കുറേ. അവിടെ നീയത്ത് എങ്ങനെയുണ്ടായിട്ട് അള്ളാഹു നോക്കുറേ. ആ നീയത്ത് ശരിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ಅದಕ್ಕೆ പ്രതിഫല കിട്ടുന്നത്. ആ നീയത്ത് ശരിയില്ലെങ്കിൽ ആ എട്ട് ഇബാദത്ത് കൊണ്ടിടാൻ നിങ്ങൾക്ക് അള്ളാഹിന്റെ പക്കൽ ശിക്ഷ ഉണ്ടോ. അതുകൊണ്ട് ഈ ഒരു എച്ചരി കിട്ടൽ എപ്പോഴും നിർമ്മലത്തിൽ വെക്കണം, ശുദ്ധിയായിട്ട് വെക്കണം. അതുക്കുള്ള പ്രയത്നങ്ങൾ ഞങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കിയ സഹോദരന്മാരുടെ സ്വഭാവം എത്തിക്കര് ഞങ്ങളെ കൽബു ശുദ്ധീകരണം ചൊല്ലത്, ഈ ഹസദ് ചൊല്ലത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എന്താവുതീറ കടന്നു പറഞ്ഞു. അത്തത്തുള്ള സ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കണം. ഒരാൾ നല്ല ഉണ്ടായെങ്കിൽ, ഒരാൾ ഉദ്ധാറായെങ്കിൽ ഞങ്ങൾ കുശിപ്പടണുണ്ട്. അല്ല എന്റെ സഹോദരന്മാരെ, അതിന്റെ വിഷയത്തിൽ ഒരിക്കലും ഹസദ് കാട്ടുതീര. അത് ചിലപ്പോൾ കുടുംബത്തിലും ഉണ്ടാവും, ഇങ്ങനത്തെ ഹസദിനും കുടുംബത്തിലുണ്ടാവും, അല്ലെങ്കിൽ ചങ്ങായിമാരുടെ നടുവിൽ ഉണ്ടാവും. ഇതൊക്കെ വലിയ അപകടമായ ഒരു ദുസ്വഭാവം എത്തിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മാത്രമല്ല ഈ അപകട സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങൾ എല്ലാവരും കാത്ത് സലാമത്താക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ നിയമത്തെ നിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന സ്വന്തം നഫ്സിനെ മറക്കാൻ്റെ ഓരോരുത്തട്ടിക്ക് ഉപദേശിക്കേണ്ടില്ല, വസിയത്താക്കേണ്ടില്ല. തീർച്ചത്തെ സത്യവിശ്വാസിമാരെ, ഞങ്ങൾ മനസ്സിലാക്കി പറഞ്ഞ വിഷയ ഞങ്ങളെ സ്വഭാവത്തെ സംബന്ധിച്ചെത്തിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ദുസ്വഭാവം എത്തിക്കത് ഹസദ് ചൊല്ലിയ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഇന്നൊരു മനുഷ്യന്മാർക്ക് ബഹുഭൂരി കാണപ്പെട്ട ഒരു ദുസ്വഭാവം എത്തിക്കത് കിബുറു ചൊല്ലൽ, അഹങ്കാര ചൊല്ലൽ. ഇത് മനുഷ്യന്റെ കൽബു കടന്നു പണ്ടേ ഒരു ദുസ്വഭാവം എത്തിക്കൽ. എന്തിനെത്തിക്കൽ കിബുറു ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാത്തതിന്റെ ഡെഫിനിഷൻ അൽ കിബുറു ബദറുൽ ഹഖ് വ ഗംതുൻ നാസ്. കിബുറു ചൊല്ലെങ്കിൽ രണ്ട് വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തത്. ഒന്ന് ബദറുൽ ഹഖ്, ഹക്കിനെ സ്വീകരിക്കപ്പെടില്ല. രണ്ടാമത്തേത് വ ഗംതുൻ നാസ്, ആൾമാരെ കീഴായിട്ട് കാണേണ്ടത് കിബുറു ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് ഹക്കിനെ സ്വീകരിക്കപ്പെടില്ല. രണ്ടട്ടിക്ക് അഹങ്കാരം ഉണ്ടോ ചൊല്ലി നക്ക് പരിശോധന ആക്കാം. എങ്ങനെ ചൊല്ലുണ്ടെങ്കിൽ ഞാൻ ഒരു തപ്പാക്കിയ അറാമായ ഒരു പണിയാക്കിയ അല്ലെങ്കിൽ ഒരു തപ്പായ ഒരു സ്വറാക്കിയ എന്നിട്ട് ഒരാൾ എന്റെ പന്ത് ഉപദേശിച്ചത് നീനാക്കിയ സ്വറ ശരിയല്ല, ഹറാമായ എത്തിക്കുന്നത്, തപ്പായ സ്വറ എത്തിക്കുന്നത്. ആ സന്ദർഭത്തില് ഞാൻ അതിന് ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ എന്തുണ്ടു കിബുറുണ്ട്. കാരണം തപ്പുണ്ട് ഞാൻ ഒപ്പുകില്ല തയ്യാറല്ല. അതായിട്ട് കിബുറ്. സത്യത്തെ ഒപ്പില്ല, ഹക്കടെ ഒപ്പില്ല. ഇപ്പൊ ഞാൻ മിമ്പറിന്റെ മേലെ ഹുതുബാക്കുമ്പോ ನಾನು ಹೋದ್ರೆ ಆಯತ್ತಿಲ್ಲ ಹದೀಸಿಲ್ಲ ಎಂದ ಇಚ್ಚಿದ್ರೆ ಯಾರು ಕೊಡಿ ಬಂದು ಕೀಳು ಬಂದಿಟ್ಟು ಮೂರಾಲ್ ಉಪದೇಶಿಸಿ ನಿಂಗ ಸುಮ್ಮನೆ ಆಯತ್ತು ನಿಂಗೆ ತಪ್ಪುಂಡು, ನಿಂಗ ಓದಿ ಹದೀಸ್ ನಿಂಗ ತಪ್ಪುಂಡು. ഒരു സമയം ഞാനത് ന്യായീകരിക്കുന്നുണ്ടായി കണ്ടിട്ട് എന്തുണ്ടു കിബുറുണ്ട്. അതല്ല ഞാനതിന് സ്വീകരിക്കുന്ന ശരി
നന്നെ തപ്പുമെന്ന് ചൊല്ലിട്ടെങ്കിൽ നന്റെ കൽബിൽ കിബുറില്ല. അപ്പൊ സത്യത്തെ സ്വീകരിക്കും. അത് ഏത് വിഷയത്താവട്ടെ, പ്രത്യേകിച്ച് ഇസ്ലാം ദീന്റെ വിഷയത്തില് അല്ലെ എന്തിന്റെ ഹക്ക് ബാത്തിൽ ചൊല്ലി പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. ശിർക്ക് ചൊല്ല ബാത്തിൽ, തൗഹീദ് ചൊല്ല ഹക്ക്. ഞങ്ങൾ മുന്നിലില്ലേ സഹോദരന്മാര്? എത്ര വ്യക്തമായിട്ടല്ലേ ഈ ശിർക്കും തൗഹീദും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുന്നത്. ദുനിയാവിൽ ഏറ്റവും വലിയ ഒരു ഹക്കൈത്തിക്കര് ഈ തൗഹീദ് ചൊല്ലത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലത്. നിങ്ങളെ പഠിച്ച്, നിങ്ങളെ സൃഷ്ടിയാക്കി, നിങ്ങളെ ആരാധിച്ച് അള്ളാഹുടെ മാത്രം നിങ്ങൾ ആരാധിക്കോറും, അവന്റെ മാത്രം വെച്ച് പ്രാർത്ഥിക്കോറും, അവന്റെ മാത്രമേ സഹായിക്കോറും, അവന്റെ മാത്രമേ അവന് മാത്രം ബലിയർപ്പിക്കോറും, അവന് മാത്രം നേർച്ച കൊടുക്കോറും. ഇതൊക്കെ ഹക്കല്ലേ സഹോദരന്മാർ? ഇതൊക്കെ അള്ളാഹു റസൂൽ പഠിപ്പാട്ടുന്നില്ലേ? ഇന്നക്കല തുസ്മിഉൽ മൗത, ഖുർആൻ ചൊല്ലില്ലേ, മരണപ്പെട്ടവങ്ങളെ കേൾപ്പാട്ടു സാധ്യമല്ല, മരിച്ചെങ്കിൽ കേൾക്കുക സാധ്യമല്ല ചൊല്ല് ഖുർആൻ. എത്ര വലിയ ആൽവേനെങ്കാവട്ടെ, ഖാലിഖായ റബ്ബുടെ വിട്ടിട്ടു മഖ്ലൂഖായ ഏതേ ഒരു പടപ്പുടെ ആരോഗ്യ വിച്ചിട്ട് ആരാധിക്കറാണ് അവന് അള്ളാഹു സമന്മാരെ ഉണ്ടാക്കിയ. അതല്ല അള്ളാഹു കേൾക്കരേ, ആ അള്ളാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. നിങ്ങളെ പഠിച്ചവും നിങ്ങളെ ഉമ്മയുടെ ബൈത്തിൽ നിന്തി ദുനിയാവ് എത്ത പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബേനായ ദുനിയാവ് ചൊല്ലിയ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബേനായ പിർസാക്ക് നിങ്ങളുടെ കുടുംബത്തെ ഉണ്ടാക്കിയവನು. അതേപോലെ നിങ്ങൾക്കെല്ലാം ആരോഗ്യപരമായിട്ടും ആഫിയത്ത് പരമായിട്ടും എല്ലാം തന്നെയാണ്. ആ അള്ളാഹു വൈദിക്കാനെ നിങ്ങൾക്ക് ഹൈറ്, അതല്ല അമ്മാ യുശ്രികൂൻ. നിങ്ങൾക്ക് ഒരു രൂപത്തിൽ ഉപകാരം ഉപദ്രവമാക്കാതെ ഈ അള്ളാഹുടെ ഈ പഠിപ്പ് നമ്മ ഹൈറ്. മുഅ്മിനീൻ എന്തായിട്ട് ഉത്തരം ചൊല്ലരുത്, അള്ളാഹു നീ നൈറ്റിക്ക് ഹൈറ്, നീ നൈറ്റിക്ക് ഹൈറ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനല്ലാണ്ട് ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമെന്നില്ല. ഒരാളും ഒരു പഠിപ്പും സാധ്യമല്ല. നബിമാരായും സമ, റസൂൽമാരായും സമ, ആരെയും സമ ഞങ്ങളെ ദുആ കേൾക്കണം. യഅലമു ഖായിനത്തുൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. നിങ്ങളെ കണ്ണിട കട്ടുനോട്ടത്തെ പോലും മനസ്സിലുള്ള രഹസ്യത്തെ പോലും അറിയണവനായിട്ടിരിക്കുന്ന അല്ലാഹു, അറിയണവനായിട്ടിരിക്കുന്ന അല്ലാഹു. ഞാൻ എന്തൊരു പ്രയാസം അനുഭവിച്ചിട്ടില്ല, എന്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ലേ, ആ മനസ്ഥിതി അറിയണവനായിട്ടിരിക്കുന്ന അല്ലാഹു. ആ അല്ലാഹു ഒട്ടിക്കേറ്റിക്കണു ഞങ്ങളെ ദുആയിട്ടിക്കണു, ഞങ്ങളെ പ്രാർത്ഥന. കാരണം പ്രാർത്ഥന ചൊല്ലത് ഇബാദത്ത് ആയിട്ടിരിക്കുന്നത്, ആരാധന ആയിട്ടിരിക്കുന്നത്. ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരു പഠിപ്പ് കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ചൊന്നെങ്കിൽ ഇല്ല, ഇലാഹ ആരാധിക്കൽപ്പെട്ടവൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാണ്ട്. ഇലാഹ് ചൊന്നെങ്കിൽ ഞങ്ങൾ ആർക്കൊക്കെ ഇബാദത്തുകളെ സമർപ്പിക്കണം അവനായിട്ട് ഞങ്ങളെ ഇലാഹ്. ആ ഇബാദത്ത് അള്ളാഹു അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പഠിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജണ്ടി ഇലാഹ് നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞു. ഒരു ഉദാഹരണം ചൊല്ല, എന്റെ കാലി എടക്കുമ്പോ യാ മയ്യത്തി ഷേക്ക് ഞാൻ വിളിച്ചിട്ടായെങ്കിൽ ഇലാഹ് ജണ്ടായിട്ട്, നന്റെ ഇലാഹ് ജണ്ടായിട്ട്. കാരണം ഞാൻ കാലടക്കി കൂടുമ്പോ നന്റെ നാവള് പറഞ്ഞത് യാ അല്ലാ മാത്രം. കാരണം നന്റെ കണ്ണുണ്ടല്ലോ, നോക്കിയുണ്ടല്ലോ, നന്റെ മനസ്സിലെ പ്രയാസം അറിഞ്ഞിട്ടുണ്ടല്ലോ, ആരായിട്ടിക്കറ അള്ളാഹു ആയിട്ടിക്കറ, അവനായിട്ടിക്കറ എന്റെ ഇലാഹ്. എന്നെങ്കിൽ ആ അള്ളാഹുടെ ബദല് വേറെ ഒരു ഖാലിഖായ റബ്ബുടെ വിട്ട് ഒരു മഖ്ലൂഖിന്റെ പേരെടുത്ത് ഞാൻ ചൊല്ലിട്ടായെങ്കിൽ അവിടെ ഇലാഹ് ജണ്ടായിട്ട്. ഇതൊക്കെ ചൊല്ലി ശിർക്ക് ചൊല്ലും, ഇതൊക്കെ ചൊല്ലി അള്ളാഹു സമന്മാരെ ഉണ്ടാക്കി തന്നു. അപ്പൊ ഈ തൗഹീദ് ചൊല്ല ഹക്കൈത്തിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ മാത്രമല്ല, ഏത് കാലത്തും പ്രവാചകന്മാർ ഒന്നാമതായിട്ട് അഫ്ലലു മാ കുന്തു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാനും എന്റെ കാട്ടി മുതൽ കഞ്ഞിപ്പോയെ എല്ലാ പ്രവാചകന്മാർ ഒന്നാമത് ചൊന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അത് ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല. എത്രത്തോളം ചൊന്നെങ്കിൽ ശിർക്ക് ചൊല്ല ബാത്തിലെ വിഷയത്തെ ഗൗരവ മുസ്ലിം സമുദായം എന്നങ്ങ് മനസ്സിലാക്കണം. അല്ലെ ഇസ്ലാം കാര്യത്തില് 5 കാര്യമുണ്ടല്ലേ സഹോദരന്മാരെ? അതിൽ രണ്ടാമത്തെ പണ്ട് നിസ്കാരം എത്തിക്കരുത്. അല്ലെ ഒരാൾ സഹാദത്ത് കലിമ ചൊന്നാൽ പിന്നെ അവൻ നിർവഹിക്കാനായത് പിന്നെ ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എല്ലാ മുസ്ലിമീങ്ങൾ അതിന്റെ വിഷയത്തിൽ പഠിക്കില്ലേ? അതിലെ ഫർലെന്ദ്രെ, അതിലെ സുന്നത്തെന്ദ്രെ, എങ്ങനെ നിസ്കാര ബാധ്യതയുള്ളൂ, അങ്ങനത്തെ എല്ലാ കാര്യത്തെ വിഷയത്തിൽ നിസ്കാരത്തിന് പഠിക്കണം. കാരണം ഞങ്ങൾ ഇബാദത്ത് ശരിയാവുണ്ടെങ്കിൽ ആ ഇബാദത്തിലെ റുക്കുനുകളെ വിഷയത്തിൽ പഠിക്കണം. അതേപോലെ മൂന്നാമത്തെ സക്കാത്ത്, പരിശുദ്ധമായ റമദാൻ തിങ്കൾ വരുമ്പോ എത്രയെല്ലാം പ്രശ്നമായി തിക്കുന്ന സക്കാത്തിന്റെ വിഷയത്തിൽ വേണ്ടേ, എങ്ങനെ സക്കാത്ത് കൊടുക്കണം, ഏതൊക്കെല്ലാം സക്കാത്ത് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ എന്തൊരു ശിക്ഷ ഉണ്ടോ, ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ആ സമ്പത്തൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സക്കാത്തിന്റെ വിഷയത്തിൽ പഠിക്കണം. നാലാമത്തേത് നോമ്പിടി വിഷയത്തിലായിട്ട് നോമ്പ് വരുമ്പോ അങ്ങനെ പല രൂപത്തിലെ പ്രശ്നങ്ങൾ ക്വസ്റ്റ്യങ്ങൾ ഉണ്ട് പഠിക്കാൻ വേണ്ടായിട്ട്. കാരണം എന്റെ നോമ്പ് ബാത്തിലായിട്ട് പോണു തീരാ പച്ചിനെ വെച്ച് മകരി തോന്നു ഞാൻ പൈച്ച് തെച്ച് ദാഹിച്ചു വെച്ചത് ആ പൈച്ച് തെച്ച് ദാഹിച്ചു വെച്ചതും വ്യക്തമായിട്ട് പോണു തീരാ ചൊല്ലു ഉദ്ദേശത്തില് എന്താക്കലങ്ങ
அதுக்கு മെയിനായിട്ടുള്ള ഡൗട്ടിന്റെ പ്രശ്നങ്ങളെ കേട്ടിട്ട് അറിഞ്ഞിട്ട് മനസ്സിലാക്കുക. അഞ്ചാമത് ഹജ്ജ്. ഇതാ ഹജ്ജ് കർമ്മത്തിന്റെ ഹജ്ജ് പോണ്ടേക്ക് മുതലായിക്ക് ഒരു ക്ലാസ് ഉണ്ടാവണം. എങ്ങനെ ഹജ്ജ് നിർവഹിക്കണം, എങ്ങനെ തവാഫാക്കണം, അങ്ങനത്തെ എല്ലാ വിഷയത്തും ഹജ്ജിൽ കടന്നുകൊണ്ട് എല്ലാം പഠിക്കണം. കാരണം അത്ര കഷ്ടപ്പെട്ട് മെഹനത്ത് മനുഷ്യർക്ക് ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണം. എന്തെങ്കിലും ഒന്നാമത്തേത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര നിങ്ങൾ പഠിച്ച ആ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലവിടെ എത്ര കാര്യം മുസ്ലിം ഉമ്മത്ത് പഠിച്ചിട്ട്. കാരണം അത് ശരിയായെങ്കിൽ ഈ ബാക്കി 4 ശരിയാവും. അത് ശരിയായില്ലെങ്കിൽ ഈ ബാക്കി എത്ര അനുഷ്ഠിച്ചിട്ട് ഒരു ഫായതയില്ല. ലാ യഹ്ബതന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരിൻ. ഖുർആൻ ചൊല്ലുന്നു ഒരു അമലും അല്ലാഹുക്ക് വേണ്ട. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ 50 വർഷത്തെ ആയുസ് കാലത്തോളം ഒരു വക്ത് കൂടാണ്ട് അവൻ നിസ്കരിച്ച, എല്ലാ വർഷവും നോമ്പ് പിടിച്ച, പറ്റിയ സുന്നത്ത് നോമ്പ് അവൻ അനുഷ്ഠിച്ച, എല്ലാം നല്ല കാര്യാക്ക, എല്ലാം നല്ല സ്വഭാവം ഉണ്ടു എന്നെങ്കിലും അവൻ അള്ളാഹു ശിർക്കാക്കിരണ്ടായെങ്കിൽ ആ 50 വർഷത്തെ ഇബാദത്ത് അള്ളാഹു വേണ്ട. അള്ളാഹു വേണ്ട നല്ല ചൊല്ലി. കാരണം പെർമനന്റ് ആയിട്ട് നരകത്തെ ശിക്ഷ പെർമനന്റ് ആയിട്ട് അനുഭവിക്കുന്ന ഒരേ ഒരു തപ്പായിട്ട് അള്ളാഹു വെളിപ്പെട്ടെ ശിർക്കുമില്ല. അള്ളാഹു ശിർക്കാക്ക് അത്ര ഗൗരവമില്ലത് മുസ്ലിം ഉമ്മത്ത് ഇതിനെന്തായിട്ട് നിസ്സാറാക്കിയിട്ട് ഇത് പഠിക്കുക പോയില്ല. അത് ഞങ്ങൾ ഷഹാദത്ത് കലിമ ചൊന്നല്ലേ, ഞങ്ങൾ മുസ്ലിമിങ് ആയല്ലേ ചൊന്ന് മുന്നറിയിച്ച. ബാക്കി 4 കാര്യത്തെ ഭയങ്കര പഠിച്ച നല്ലതേ പഠിക്കണം, വേണ്ട ചൊല്ലല്ല. എന്തെങ്കിലും ആ 4 കാര്യം അല്ലാഹു സ്വീകരിക്കണ്ടെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് കൃത്യമായിട്ട് മുസ്ലിം ഉമ്മത്ത് പഠിക്കും. അതായിട്ട് ചൊന്നോ വന്ന വിഷയ സഹോദരന്മാരെ തൗഹീദ് ചൊല്ല ഹക്ക് അത് സ്വീകരിക്കണം. കാരണം അത് വക്രതയില്ല, നേർക്ക് നേരായിട്ട് ക്ലിയർ ആയിട്ട് റൂട്ടു. ಅದಕ್ಕೆ അറബി കോളേജിൽ പോയി പഠിക്കൊണ്ടിട്ടില്ല. ബദലായിട്ട് സൃഷ്ടിച്ച് പരിപാലനാക്കുന്ന അല്ലാഹു മാത്രമേ ഇബാദത്തുകളെ സമർപ്പിക്കാൻ ചൊല്ലത്. അതുകൊണ്ട് ആ ശിർക്ക് ചൊല്ല ബാത്തില്ല ഞങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകും. അങ്ങനെ ഞങ്ങളുടെ മനസ്സിനെ അത്രമാത്രത്തിലുള്ള അഹങ്കാരത്തിൽ നിന്ന് ഈ ശിർക്ക് വിശ്വാസത്തെ പരിചരിക്കണം. ഇന്ന് രണ്ടാമത്തെ വിശ്വാസം പഠിപ്പാൻ തന്നെ ആൾമാർ കീഴായിട്ട് കാഞ്ഞതായിട്ടിരിക്കരുത് കിബുറ് ചൊല്ലത് അല്ലെ. ശൈത്താനിന് സംഭവിച്ചത് അതായിട്ടിരിക്കരുത്. എന്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുമ്പോ അള്ളാഹു ശൈത്താന്റെ ചൊന്നില്ലേ, അള്ളാഹു എല്ലാറ്റും ചൊന്നെ ഖാല മാ മനാഅക അല്ലാ തസ്ജുദ ഇദ അമർതുക ഖാല അന ഖൈറു മിൻഹു ഖലഖതനി മിൻ നാരിൻ വ ഖലഖതുഹു മിൻ തീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പാട്ടന്നെ എല്ലാറ്റിಗೆ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുമ്പോ എല്ലാ പടക്കുങ്ങത്തെ അള്ളാഹു സുജൂദ് പോലും ചൊല്ലുമ്പോ ഇല്ല ഇബ്ലീസ് പോന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ കേട്ടാ ഖാല മാ മനാഅക അല്ലാ തസ്ജുദ ഇദ അമർതുക, ഞാൻ നിന്നൊട്ടിಗೆ സുജൂദ് പോലും ആജ്ഞാപനാക്കുമ്പോ ആ സുജൂദ് കൂളാണ്ടിക്കോ നിന്റെ തടഞ്ഞു വെച്ചത് ഏത്? അപ്പൈറ്റിക്ക് ശൈത്താൻ ചൊന്നെ അതൈറ്റിക്ക് കിബുറു എന്തേ അന ഖൈറുൻ അന നാന്. ഈ നാന് ചൊല്ലതുണ്ടല്ലേ അത് കിബുറു. അന ഖൈറുൻ നാനൈറ്റിക്ക് ഖൈറ് മിൻഹു ഖലഖതനി മിൻ നാരി വ ഖലഖതു മിൻ തീൻ. നന്നെ നീ തീയില് പഠിച്ചില്ലേ ഈ മണ്ണിന് ഞാൻ സുജൂദില്ല. അന്ന ആ ആദമിനെ കാട്ടി ഖൈറൈറ്റിക്ക് ഞാൻ ഇതൈറ്റിക്ക് ശൈത്താനിന് സംഭവിച്ചത്, ഇതായിട്ട് ഇബ്ലീസിന് സംഭവിച്ചേ അഹങ്കാര കാറ്റവും കിബുറ് കാറ്റവും. അതുകൊണ്ട് ഇസ്ലാം ഇതൊക്കെ ഒരു രൂപത്തിന്റെ സ്ഥാനമാണ് തന്നില്ല ഈ കിബുറ്. കാരണം അഹങ്കാര കാറ്റവും അള്ളാഹു മാത്രമേറ്റിക്ക. അതുകൊണ്ട് നിമിഷം ചൊന്നില്ലേ, നിങ്ങൾ അഹങ്കരിച്ച അത് അള്ളാഹുട്ടിക്കുള്ള പൈപ്പോട്ടിയായിട്ടിരിക്കരുത്. ഏത് വിഷയത്തിൽ നിങ്ങൾ അഹങ്കരിക്കുക നോക്കൊരു ഞങ്ങൾ നിസ്കരിക്കണ ഒരേ സഫുല് ഞങ്ങൾ നിൽക്കണ അല്ലെ. ആ സഫുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു നിങ്ങളെ കാലുകളെ ടച്ച് ആക്കി നിൽക്കോറു, നിങ്ങളെ ഷോൾഡറുകൾ ടച്ച് ആക്കി നിൽക്കോറു. എന്തുകൊണ്ട് ശൈത്താൻ അവിടെ കടന്നു വരും അല്ലെ. ഒരു സഫുലു കറുത്തവനിക്കു ബെൽത്തവനിക്കു പഠിപ്പില്ലവനു പഠിപ്പില്ലാത്തവನು പൈസക്കാര പാവത്തവനിക്കു അള്ളാഹു എല്ലാരും ഒരേ പല എത്തിക്കുന്നു. ആരും മേലിക്കില്ല. ഇന്ന് ചില ആൾമാർക്ക് ചില സമ്പത്ത് കൂടിയ പേരില് അഹങ്കരിക്കണോ കിബുറ് കാട്ടോ. സഹോദരന്മാരെ ആ കിബുറ് കാട്ടുമ്പോ ഒന്നും ഞങ്ങൾ ചിന്തനാക്കണം. ഞാൻ ഏത് തെരുവ് പന്നെ അതേ തെരുവ് അല്ലാഹുവിനെ പിടിച്ചു കത്തുക ചെമ്മനാറ വേണ്ട. എന്തില്ല മനുഷ്യൻ തലയുടെ ഒരു ചെറിയൊരു നറമ്പ് അപ്പുറം ഞങ്ങൾ പോയാ ഞങ്ങൾ ഒന്നുമല്ല. അതുകൊണ്ട് അള്ളാഹുനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുനക്ക് ഇഷ്ടപ്പെട്ടത് തന്നതല്ല. അത് മനസ്സിലാക്കൊണ്ട. ചില ആൾമാർ വെച്ചോളൂ നക്ക് നന്റെ റബ്ബ് സമ്പത്ത് നക്ക് ഇഷ്ടപ്പെട്ടത് അല്ല. ഒരു മനുഷ്യൻ അള്ളാഹു സമ്പത്ത് കൊടുത്തെങ്കിൽ അത് അവന് ഇഷ്ടപ്പെട്ടത് കൊടുത്തതല്ല. ഒരാൾക്ക് സമ്പത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവന്റെ അർസത്ത് കൊടുക്കാൻ വെച്ചല്ല.
ಬದಲೈತೆ ಅಲ್ಲಾಹ್ ಅವರು ಮನುಷ್ಯ ಸಂಪತ್ತು ಕೊಟ್ಟಿದ್ದಂಗೆ ಅದು ಪರೀಕ್ಷೆ ಇಟ್ಟಿக்கிறವನು ಎಂಗನೆ ಚೆಲವಾಕ್ರಜೊಂದು ಅಲ್ಲಾಹ್ ಅವರು ಮನುಷ್ಯ ಸಂಪತ್ತು ಕೊಟ್ಟಿದ್ಲೇನು ಅದು ಪರೀಕ್ಷೆ ಇಟ್ಟಿಕ್ಕಿರಿ ಅಲ್ಲಾಹ್ ಪಲೆ ನಮ್ತುಲಲ್ಲೇ ഞങ്ങളെ പരീക്ഷ ആക്കറി പല നമ്തുലല്ല അല്ലാഹ് ടെസ്റ്റ് ആക്കറി ഇന്റെ ചില ആൾമാർക്ക് ചിരിക്കൊണ്ടുണ്ടെങ്കിൽ അവന്റെ ലെവലിന്റെ ആൾമാർ വേണം അവന്റെ ലെവലിന്റെ ആൾമാർ എത്രത്തോളം ചില വിവാഹം പോലും ഉണ്ട് 3-4 നടക്കുന്ന വലിമേങ്ങ ഒരു 4 അവന്റെ ലെവലിലുള്ള ആൾമാർ മാത്രം അവിടെ കടന്നു പോകണം വേറെ ആർക്കോ തീര അവിടെ പിന്നെ പിറ്റന്നത്തെ അവന്റെ ചെല്ല മുറ്റത്തെ പന്തുക പിന്നെ ലാസ്റ്റ് റായത്തങ്ങ ഇങ്ങനെ മനുഷ്യന്റെ വേർതിരിച്ചിട്ട് കാണുന്ന ഒരു വ്യവസ്ഥ ഇസ്ലാം നമുക്ക് വഴിപാട്ടുണ്ട് അള്ളാഹുടെ മുന്നോട്ട് എല്ലാവരും ഒരേ പലയിട്ടിക്കോ ഒരു രൂപത്തിലെ കടുക് മണിനത്തെ നിമിഷലക്ഷത്തിലെ ആരെ കൽബുലും കടുക് മണിനത്തെ കിബുർ കടന്നു വന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല സ്വർഗത്തിൽ കടന്നുകൊണ്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ആ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇല്ലേ സഹോദരന്മാരെ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ സ്ഥാനമാനത്തുള്ള ഒരു ആളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും തന്റെ സ്വഹാബത്തിക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചൊല്ലേ ബെത്തെ ഒരു സ്വഹാബത്തി ആവട്ടെ ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലേ കരകത്തെ സ്വഹാബത്തി ആവട്ടെ വേർതിരിച്ചിട്ട് കാട്ടിട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാറ്റിനും ഒരുമിച്ചിട്ടായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് ഒരു ചെറിയ കടുക് മണി എത്ര പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബ് കിബറില്ല അത് സ്വഹാബത്തിന്റെ കൽബിലില്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലത്തില് അതെ ബൈത്തുൽ മുഖദ്ദസ് വിജയായ സന്ദർഭത്തില് മുസ്ലിമീങ്ങൾ അണ്ടർക്ക് ಬಂದ ಸಂದರ್ಭದಲ್ಲಿ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കമീസ് ഇട്ടിട്ട് ഇതിൽ പലേ ഒരു കമീസ് ഇട്ടിക്കിത് അപ്പൊ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ എടുത്ത പറഞ്ഞു ആര് പോണു ഖലീഫ കടന്നു പോണു പോകുമ്പോ സ്വഹാബത്തിന്റെ നടുവിൽ ഒരു ചർച്ച നടന്നിട്ട് ഖലീഫയുടെ കമീസ് ഒന്ന് ചേഞ്ച് ആക്കും കാരണം പോണ്ടെ ബൈത്തുൽ മുഖദ്ദസ് താക്കോൽ എടുത്ത് പറഞ്ഞു അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു പലേ ഒരു കമീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഖലീഫ പോണു തീരാ സ്വഹാബത്തിന്റെ മാത്രം ഉമ്മറത്തേക്ക് ഇത് ചൊല്ലുകാർക്ക് ധൈര്യമില്ല അങ്ങനെ ഉമ്മായ ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്നപ്പ ആയിഷ റളിയല്ലാഹു അൻഹ അടുക്കൽ സ്വഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു പോയി ചൊന്നോളൂ ഉമറേ നിങ്ങളെ കമ്മീസ് ഒന്നിങ്ങ് മാറ്റും നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലെ താക്കോൽ എടുത്ത പറഞ്ഞിട്ടെങ്കിൽ നിങ്ങളെ കമ്മീസ് ഒന്നിന്റെ ഉമർ റളിയല്ലാഹു അൻഹു ഇഞ്ചിന്റെ ചൊത്തു ഉമ്മ അള്ളാന്റെ റസൂൽ എന്റെ റസൂൽ ഹയാത്തിക്കര കാലത്തിൽ ഞാൻ നിങ്ങൾ ഔത്ത് കടന്നു വന്നില്ല എന്റെ റസൂലിനെ കണ്ടനാണ് എങ്ങനെ ഒറ്റ ബയറുമായിട്ട് നമ്മുടെ നേതാവിനെ കണ്ടമ്മ മാത്രമല്ല ആ റസൂല് ആ ഈത്തപ്പറ്റ മതലോരത്തിൽ നിന്ന് എനിക്കുമ്പോ ആ മുതൽ നിന്ന് ആ പാടെ കണ്ടമ്മ ആ റസൂലിന്റെ ജീവിതല്ലേ ഞാൻ അനുസരിക്കണമായിരുന്നു അന്റെ ഈ കമ്മീഷൻ ആ ചീഞ്ഞാക്കിലൊന്നും മാറില്ലാവുന്നു കാരണം അത്ര ആ റോം സാമ്രാജ്യത്തെ അടുക്കി പറിക്ക് ഉമറല്ലല്ലോ അവന്റെ കൽബുളും അങ്ങനത്തെ കിബിർ പോലും കടന്നു വന്നിട്ട് ചരിത്രം എനിക്ക് പഠിപ്പാട്ടേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാലത്തോളം പട്ടിണിയിൽ ചല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ എത്രത്തോളം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മേൽ എത്രമാത്രം പിർസൈ തല്ലാൻ റസൂൽ സല്ലല്ലാഹു പത്തി 5 വക്തിന് നിമിഷങ്ങളിലെ രണ്ട് ഉമ്മത്ത് പേനായിട്ട് ഞാൻ പൊക്കലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിന്റെ ജീവിതല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പോലെ ഞങ്ങൾക്ക് പേനായത് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതല്ലേ ഞങ്ങൾക്ക് പേനായത് അതുകൊണ്ട് സഹോദരന്മാരെ കിബുറു ചൊല്ലത് കടന്നു പറഞ്ഞിട്ടായി ഞങ്ങൾ 5 വക്തി നിസ്കരിக்கிறവനായിട്ടായി നോമ്പ് പിടിக்கிறവനായി ഹജ്ജ് കർമ്മ നിർവഹിக்கிறവനായി അള്ളാഹു ആ ഇബാദത്ത് വേണ്ട സ്വീകരിക്കില്ല അള്ളാഹു റബ്ബ് സ്വീകരിക്കില്ല അതുകൊണ്ട് ഞങ്ങളുടെ കൽബുകളിൽ ഇത്രമാത്രം കൽമശമായ ഈ അഹങ്കാരത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും സഹോദരന്മാരെ ആൽമാട്ടിക്ക് കൈ കൊടുക്കും ചിരിക്കും പുഞ്ചിരി വേണം ഒരു സഹോദരൻ അനുസരിച്ചൊന്നില്ല അത് സ്വതക്കമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തി വിളിച്ചിട്ട് എന്താ ഇങ്ങനെ കാട്ടിട്ട് പോണ്ടത് അത് ആർക്കും വേണ്ട സഹോദരൻ അതുകൊണ്ട് ആത്മാരെ കാണുമ്പോൾ പുഞ്ചിരി വരും മുഹമ്മദ് മുസ്തഫ ആരെ കാണുമ്പോ അള്ളാന്റെ പുഞ്ചിരിച്ചോണ്ടി ആ ഒരു ഈ ഒരു സ്വഭാവം ഞങ്ങൾ ജീവിക്കുന്നു അപ്പൊ ഇന്നത്തെ ഹുതുബത്തിൽ സഹോദരന്മാരെ രണ്ടിട്ടും നിങ്ങളുടെ ചൊല്ലി രണ്ട് ദുസ്വഭാവത്തിന് വിഷയം ഒന്നോ ഹസദൈത്തിക്കര് രണ്ട് കിബുറൈത്തിക്കര് വിശുദ്ധ ഖുർആൻ ചൊന്നല്ലേ വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആൻ ചൊല്ലേ നീ ആൾമാരെ കീഴായിട്ട് കാണണ്ട അതേപോലെ ഭൂമിയിൽ അഹങ്കാരത്തിൽ നിന്ന് നടക്കണ്ട ദുരാഭിമാനിയായ എല്ലാരും അല്ലാഹു ഇഷ്ടപ്പെടില്ല ചൊല്ലേണ്ടി ഇന്നല്ലാഹ ലാ യുഹിബ്ബു അല്ലാഹു ഇഷ്ടപ്പെടില്ല ലാ യുഹിബ്ബു ചൊന്നെങ്കിൽ ഇഷ്ടപ്പെടില്ല കുല്ല മുഖ്താലിൻ ഫഖൂർ ദുരഹങ്കാരക്കാട്ടില്ലേ ഒരാൾ ഇഷ്ടപ്പെടില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളെ റബ്ബ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ഞങ്ങളെ റബ്ബ് ഞങ്ങൾ പിർസാക്കുണ്ടല്ലേ എന്നെ അള്ള ചൊല്ല ഖുർആനില് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഉപദേശക അത് ഹുതുബത്തിലൂടെ കിട്ടൂ ക്ലാസുകളിലൂടെ കിട്ടൂ
ഒരു ഉപദേശം കിട്ടുമ്പോ മുഅ്മിനീങ്ങളെ മനസ്സ് ചിന്തിക്കാനായത് ഒരു ആയത്ത് ഒരു ഹദീസ് ഞങ്ങൾ കേൾക്കുമ്പോ ഈ ആയത്തുമായിട്ട് എന്റെ ജീവിതം എങ്ങനെ ചൊത്ത് ഞങ്ങൾ പരിശോധനാക്കണം, ഈ ഹദീസുമായിട്ട് എന്റെ ജീവിതം എങ്ങനെയുണ്ട് ചൊത്ത് ഞങ്ങൾ പരിശോധനാക്കണം. എന്നിട്ട് അതിൽ നാനും നിങ്ങൾ എന്താക്കണു, തിദ്ദുപടിയാക്കണം, കറക്ഷൻ ഉണ്ടാവും. സഹാബത്ത് അങ്ങനെ ഓരോരോ ആയത്ത് കേൾക്കുമ്പോ ഓരോരോ നബിയുടെ ഫലത്തി കേൾക്കുമ്പോ അങ്ങനെ ജീവിതത്തിലുള്ള പരിവർത്തനം കടന്നു വന്നത്, അങ്ങനെ ജീവിതത്തിലുള്ള ബദലാവണം. അതായിട്ട് അള്ളാഹു അങ്ങനത്തെ നോക്കേ, ഞങ്ങൾക്ക് നോക്കുന്നത് ശരി, ഞങ്ങൾക്ക് തപ്പ് പണ്ട് ಯಾರು ಕೋಡಿಂಗ ಬಂದು ಆ ಯಾರು ಕೋಡಿಂಗಿನ ನ್ಯಾಯೀಕರಿಸಿ ನೀಕಿರಲ್ಲ ಬದಲಾಯ್ತು അതിൽ ഞങ്ങൾ തിരിച്ചുകൊണ്ട് പറഞ്ഞു, കറക്ഷൻ ആക്കിക്കൊണ്ട് പറഞ്ഞു. അതായിട്ട് ഒരു മുഅ്മിന്റെ സ്വഭാവ. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് തൊട്ട് എന്റെ ഖുത്ബത്തിന്റെ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യുശാഖിക റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യുശാഖിക റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഇന്ന മാർഗം ഒരാൾക്ക് മനസ്സിലായിട്ട് ഇത് സ്പഷ്ടമായ മാർഗം ചൊല്ലുന്നു, അവർക്ക് മനസ്സിലായത് പിന്നും അള്ളാന്റെ റസൂലിന്റെ മുഅ്മിനീങ്ങൾ അല്ലാത്ത മാർഗത്തെ അവൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ തിരിഞ്ഞ ഭാഗത്ത് ഞങ്ങൾ തിരിച്ചു വിടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ ഏതൊരു ബെടക്കുള്ളതാണ് ആ ബെടക്കിക്ക് ഞങ്ങൾ അവൻ തിരിച്ചു വിടുക. അവസാനമായിട്ട് അവസാനമായിട്ട് ഒരു പിടി ഞങ്ങൾ അവന്റെ പിടിക്കുക, മരണാച്ചൊല്ലിന്റെ ഒരു പിടി പിടിക്കുക. അതിൽ പിന്നെ അവൻ തിട്ടുപടിയാക്കുന്നില്ല, അവസാനമില്ല, അവസരം ഞാൻ കൊടുക്കില്ല. അവസാനം ജഹന്നം ചൊല്ലി നരകത്തെ ഞങ്ങൾ വെച്ചത എത്ര ബെടക്ക് പക്കമൈത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഒരു ഉപദേശം കേൾക്കുമ്പോ ആ ഉപദേശം ഹക്കെന്ന് സത്യമായിട്ട് മനസ്സിലായിട്ടും സാന്ത മനസ്സിലായാലും പിന്നും പാടുണ്ടെങ്കിൽ അള്ളാഹു വിരോധിച്ച മാർഗത്തിൽ കടന്നു പോകണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരിഞ്ഞ ഭാഗത്ത് ഞങ്ങൾ തിരിച്ചു കൂട്ടുക. ഒരിക്കലും അള്ളാഹു അവന് പിന്നെ ഹിദായത്ത് കൊടുക്കില്ല, സന്മാർഗത്തെ കൊടുക്കില്ല. നിങ്ങൾ ഉപദേശിക്കൂ, ആ ഉപദേശ ഉപകാര എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടല്ല ചൊല്ലില്ല. ഒരു ഉപദേശം എല്ലാവർക്കും ഉപകരിക്കില്ല, ബദലായിട്ട് അല്ല ചൊല്ലി തൻഫഉൽ മുഅ്മിനീൻ ഖൽബുൽ ഈമാനുല്ലക്ക് ഉപകരിക്കും. അല്ലേ, ഖൽബുൽ ഈമാനുള്ള ആത്മാർക്ക് അത് ഉപകരിക്കും. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, ഇത്തരമാത്രത്തിലെ ഏതോ ഒരു ഖുതുബ കേൾക്കുമ്പോട്ടെ, ഏതോ ഒരു അള്ളാഹുടെ ആയത്തുകളെ ഹദീസുകളെ കേൾക്കുമ്പോ ഫസ്റ്റ് കേൾക്കുന്ന ആൾ ഞങ്ങൾ കേൾക്കണു ഈ ആയത്തുമായിട്ട് ഹദീസുമായിട്ട് എന്റെ ജീവിതം എങ്ങനെ ഉണ്ടോ ശരിയില്ല ഉണ്ടെങ്കിൽ ഫർലായിട്ട് കട്ടായമായിട്ട് ഞങ്ങൾ പരലോകത്ത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തിദ്ദുപാടി കടന്നു പോകും, കറക്ഷൻ നിങ്ങൾ കടന്നു പോകും, ജീവിതത്തെ ഞങ്ങൾ ശുദ്ധിയാക്കിട്ട് എടുത്തു പോകും. കാരണം ഏത് സന്ദർഭത്തിൽ ഞങ്ങൾ മുന്നോലു മരണ ചൊല്ലി അതിഥി കടന്നു ಬಂದು ചൊല്ലുകൂ സാധ്യമല്ല. ആ മരണ ചൊല്ല് അതിഥി കടന്നു വന്നേ പിന്നെ എത്ര ഖേദിച്ചിട്ടും ഒരു കാര്യമില്ല. അള്ളാഹു അതുക്കുള്ള അവസരത്തിമേ തന്നില്ല, സമയത്തിമേ തന്നില്ല, ഒരു ചെറിയ നിമിഷ സെക്കൻഡ് പോലും അള്ളാഹു തന്നില്ല. തീർത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് പരലോക ജീവിതം. അതുകൊണ്ട് ആ മരണത്തിന് മുന്നോളൂ ആ മരണത്തിന് മുന്നോളൂ എന്ത് ഞങ്ങൾ നിങ്ങൾക്ക് തിദ്ദുപടിയാവും അത് ഞങ്ങൾ ആക്കിത്തെ തീരണു. അത് മുഅ്മിനീങ്ങളെ മേൽ കട്ടായമായിട്ടിക്കരുത്. അതുകൊണ്ട് ഇത്ര മാത്രം ഈ ഒരു ദുസ്വഭാവത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാവരും കാത്തു സലാമത്താക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു കൃത്യമായിട്ട് ഇബാദത്തുകളെ അനുഷ്ഠിക്കരെ യഥാർത്ഥ സത്യവിശ്വാസിമാർ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവർത്തോളം നല്ല സ്വഭാവത്തോടു കൂടി ജീവനാക്കുകയില്ലേ, ആ ഒരു തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരുടെ ഹലാലായ ഹാജത്ത് അള്ളാഹു പൂർത്തീകരിച്ചിട്ട് അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഒരു സഹോദരൻ ആക്സിഡന്റ് ആയിട്ട് ഐസിയുലുണ്ട്, ദ്വാർക്ക് വസിയത്താക്കി ഷാഫിയെ റബ്ബു അവന്റെ കുദ്റത്ത് കൊണ്ട് ആ സഹോദരന് പരിപൂർണമായ സിഫത്തെ ആരോഗ്യത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഹോസ്പിറ്റലിലും മൗത്തിലുമായിട്ട് മാരകമായി സീപ്പിക്കൊണ്ട് നൊമ്പല പ്രയാസം അനുഭവിച്ചിട്ടില്ല എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സിഫത്തെ ആരോഗ്യത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി ജീവനാക്കുന്ന അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം. അള്ളാഹുവെ മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസിനിമാരെ കബൂർ അള്ളാഹു നീ വിശാലമാക്കി കൊടുക്കണം. അള്ളാഹുവെ അങ്ങനെ കബൂർ നീ വിശാലമാക്കി കൊടുക്കണം. അള്ളാഹുവെ അങ്ങനെ ജീവിതത്തിൽ എന്ത് ആരും കൂടി പറഞ്ഞ ഗഫാറായ ഗഫൂറുൽ വദൂദായ അള്ളാഹുവെ നിന്റെ കാരുണ്യം കൊണ്ട് അനക്ക് എല്ലാവർക്കും നീ പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കണം. അള്ളാഹുവെ അറിഞ്ഞിട്ടും അറിയാണ്ട് ഈ നേരത്തോളം ഞങ്ങൾ എല്ലാവരും ജീവിതത്തിൽ കടന്നു വന്ന് എല്ലാ ചെറിയ വലിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അള്ളാഹുവെ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്ന് അനുഗ്രഹിക്കണേ. അള്ളാഹുവെ മരിക്കുമ്പോൾ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ്
കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കുക അല്ലാഹു നീ നിനക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം അല്ലാഹുവേ. മരിക്കുന്നോടത്തോളം നിന്റെ ഖുർആന്റെ നിന്റെ റസൂലിന്റെ തിരുസുന്നത്തിന് അനുസരിച്ച് ജീവിക്കണേ യഥാർത്ഥ മുവഹ്ഹിദീങ്ങളെ കൂട്ടത്തില് അല്ലാഹു നീ ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ട് അനുഗ്രഹിക്കണം അല്ലാഹുവേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളായി തന്ന് അനുഗ്രഹിക്കണം അല്ലാഹുവേ. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കണം അല്ലാഹുവേ. എല്ലാ നമ്മുടെ ശിർക്കൻ വിശ്വാസത്തിൽ നിന്ന് അല്ലാഹു നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം അല്ലാഹുവേ. മരിക്കുന്ന നേരത്തോളം തൗഹീദ് സുന്നത്തിനെ മാർഗത്തിൽ ജീവിക്കുക അല്ലാഹു നീ തനിക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം അല്ലാഹുവേ. ഭയാനകമായ നരകത്തിൽ നിന്ന് ജഹന്നമിൽ നിന്ന് നമ്മളെ മാത്രം അനുഭവിക്കുന്ന ജഹന്നമിൽ നിന്ന് അല്ലാഹു ഞങ്ങളെല്ലാവരും നീ കാത്ത് സലാമത്താക്കണം അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.